നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ കൂടി പറയേണ്ടതുണ്ട്. തീർച്ചയായും എല്ലാവർക്കും ഓണാശംസകൾ. കാരണം നാളെ ലൂസ് ടോക്കില്ല, നാളെ തിരുവോണം, തിരുവോണം, ഉത്രാടം. എല്ലാവരും തിരക്കിലാണെന്ന് അറിയാം. പാച്ചിലാണല്ലോ നമ്മള് വരുന്ന വഴിയിലും നമ്മള് പുറത്തും എല്ലാം കാണുന്നുണ്ട്. തിരുവനന്തപുരം കൂടി ആവുമ്പോ തിരക്ക് അധികമാണ്. ഇന്നലെ വൈകുന്നേരത്തെ കിഴക്കോട്ട ഭാഗത്തൊക്കെ ഈ നമ്മള് പൊതുസമ്മേളനത്തിന് ആള് കൂടിയില്ല, അതുകൊണ്ട് കടകൾക്ക് മുന്നിൽ ആള് കണ്ടത്. മാത്രമല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ സർക്കാരിന്റെ വകയായിട്ടുള്ള ഓണാഘോഷങ്ങൾ ഒരു വശം നടക്കുന്നുണ്ട്. മുഴുവൻ ലൈറ്റ് ഒക്കെ ഇട്ട് വേറൊരു വൈബ് ആയിട്ടുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്ത് ലൈറ്റ് കാണാൻ പോകണം വൈകുന്നേരത്തെ ലൈറ്റ് കാണാൻ പോകണം പറയും. അതൊരു രസമുള്ള ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും അപ്പൊ എല്ലാവരും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഓണദിനങ്ങളൊക്കെ ആഘോഷിക്കുകയാണ്. ആഘോഷിക്കട്ടെ. മലയാളികൾക്ക് മൊത്തം ലോകത്ത് എവിടെയാണെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള നമുക്ക് ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിഷയമൊക്കെ അനുസരിച്ചാണെങ്കിൽ കേരളത്തിലേക്കാൾ ഇപ്പം ഓണം ആഘോഷിക്കുന്ന പ്രവാസികളാണെന്ന് തോന്നുന്നു. അവർ വലിയ തോതിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇവിടെ ചെയ്യുന്നത് പോലെ സദ്യയും വടംവലിയും എല്ലാ തിരുവാതിരയും എല്ലാം അവർക്ക് ഗാദറിംഗ് ആണല്ലോ. കൂടിച്ചേരുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷത്തിന് അവരാ നാട്ടിലെ ഓർമ്മകളെല്ലാം ഓർത്തെടുക്കുകയാണ്. നമ്മളാണ് സത്യത്തിൽ ഓണം ആഘോഷിക്കാൻ ഇച്ചിരി മടിയുള്ളത്. എന്തായാലും മറുനാടൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ അറിയിക്കുന്നു. നാളെ ലൂസ് ടോക്ക് ഉണ്ടായിരിക്കുന്നതല്ല, കാരണം നമുക്ക് നാളെ അവധിയാണ്. അതുകൊണ്ട് നാളെ ലൂസ് ടോക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നത്. മാത്രമല്ല മറുനാടൻ മലയാളി കുടുംബവും നമ്മൾ നാളെ ഓഫീസും മുഴുവനായും അടയ്ക്കുകയാണ്. അവധിയായിരിക്കും നാളെ, പൊതു അവധിയായിരിക്കും നമുക്ക് നാളെ, പിന്നെ തിരുവോണ ദിവസം. ഇനി നമ്മൾ വേറൊരു ദിവസം ഉടൻ തന്നെ നമ്മൾ ഓണാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും നമ്മളെല്ലാം അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. അപ്പോൾ ഏതായാലും നമുക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് തന്നെ കടക്കാം. ഏതായാലും ഇന്നത്തെ ഒരു പ്രത്യേകത, ഇപ്പോൾ നാളെ തിരുവോണമാണെങ്കിൽ വി ഡി സതീശൻ സർക്കാർ 100 ദിവസം പൂർത്തിയാക്കിയിരിക്കും. തീർച്ചയായിട്ടും ഞാനത് വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു, എനിക്കിത് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകണം എന്നൊരു ചർച്ച നടന്ന സമയത്ത് ഞാൻ ആദ്യം മുതൽ അവസാനം വരെയും വി ഡി സതീശനൊപ്പം നിന്നിരുന്ന വ്യക്തിയാണ്. ഇവർക്ക് പലർക്കും എല്ലാ ചർച്ചകളിലും നമ്മൾ ഇവിടെ മാത്രമല്ലല്ലോ, നമ്മൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഡെസ്കിലൊക്കെ എപ്പോഴും രാഷ്ട്രീയ ചർച്ചകളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പല അഭിപ്രായങ്ങളുള്ള ആളുകളായിരുന്നപ്പോഴും അപ്പോഴും ഇപ്പോഴും ഒക്കെ ജനനായകൻ വി ഡി സതീശൻ ആണ് എന്നും അയാളാണ് നയിച്ചവൻ നയിക്കട്ടെ എന്നുള്ളതായിരുന്നു വ്യക്തിപരമായ എന്റെ നിലപാട്. എന്തായാലും ഏറ്റവും അവസാനം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി ഔദ്യോഗിക പ്രഖ്യാപനം വന്നപ്പോൾ ഞാൻ അവിടെ ഡാൻസ് കളിച്ചൊരു വ്യക്തിയാണ്. എന്തായാലും അങ്ങനെ ഒരു സതീശൻ സർക്കാർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടില്ല, അതായത് MLA ആയിരുന്നു, പക്ഷെ ഒരു ഭരണ നേതൃത്വത്തിൽ ഇരുന്നൊരു മികവില്ലാത്തൊരു വ്യക്തിയുടെ കീഴിൽ, അത് കേരളത്തിൽ ഏറ്റവും നമ്മളെന്താ സാമ്പത്തികമായി ഞെരുക്കത്തിൽ ഉണ്ടായിരുന്ന, ഏറ്റവും പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഭരിച്ചു മുടിച്ച് ഒരു സർക്കാരുകളാണ് ആരോഗ്യ മേഖലയിൽ, ആഭ്യന്തര വിഷയങ്ങളിൽ, നമ്മളുടെ സാമ്പത്തിക മേഖലയിൽ, നമ്മുടെ എല്ലാ തരത്തിലുള്ള ക്രമസമാധാന പരിപാലനത്തിലെല്ലാം അമ്പയെ പരാജയപ്പെട്ട് പിണറായി ഇറങ്ങിയ ഒരു നശിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഇട്ടിട്ട് പോയ സമയത്ത് എങ്ങനെയാണ് ആ രീതിയിലായിരുന്നു കൊള്ളയടിച്ചിട്ട്. അതെ, അതുപോലെ അതിന്റെ ഒരു ആധുനിക വേർഷൻ ആയിരുന്നു വിജയനും കുടുംബവും കൂടെ ചെയ്തത്. എന്തായാലും അതിനുശേഷം വന്ന ഒരു സതീശൻ സർക്കാർ എന്ത് മാജിക്സ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം എന്താണെന്ന് അറിയാമോ ചേട്ടാ, അതായത് ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കിട്ടി എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി. പലരും പറയാനുള്ള കാര്യമാണ്, എന്ത് ചിരിക്കുന്ന ആളാണ് നല്ലത്. ഈ ചിരിക്കുന്നത് മനുഷ്യന് മാത്രം കിട്ടിയൊരു കഴിവാണ്. മൃഗങ്ങൾക്ക് ചിരിക്കാൻ പറ്റൂല, മനസ്സിലായില്ലേ? മനുഷ്യനെ മാത്രമേ ചിരിക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു മനുഷ്യർക്ക് ചിരിച്ചു, നമ്മുടെ മര്യാദയ്ക്ക് സ്നേഹത്തോടെ പെരുമാറി എന്ന് പറഞ്ഞാലേ അവൻ മോശക്കാരനാണ് എന്ന് കരുതുന്ന ശുദ്ധ വിഡ്ഢികളാണ്. മനസ്സിലായില്ലേ? ആളുകളോട് സ്നേഹത്തോടെ പെരുമാറി. നേതാവാകുമ്പോൾ ആ നേതാവിന് ധാർഷ്ട്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ നേതാവിന് അഹങ്കാര രീതിയിൽ സംസാരിക്കണം, ബലം പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ നേതാവ് വടിയോ എന്ന് ഊരിപ്പിടിച്ച കത്തികൾക്കെല്ലാം നടക്കണമെന്നൊക്കെ പറയണം. അങ്ങനെയുള്ള കുറച്ച് ചരിത്രമൊക്കെ ഉണ്ടാവണം എന്നത് അങ്ങനെയൊന്നും അല്ല നേതാക്കന്മാർ. മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി ഒന്ന് ലൈറ്റായി. ഇദ്ദേഹം വന്നതോടുകൂടി ചിരിക്കുന്ന ഒരു നേതാവിനെ കണ്ടു എന്ന് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണണമെങ്കിൽ സെക്രട്ടറിയേറ്റ് ചെന്നാൽ കാണാം. അവിടെ നിങ്ങൾ അവിടെ ചെന്ന് പിന്നെ മുൻകൂട്ടി പാർട്ടി സെക്രട്ടറി അനുമതി ഒന്നും വാങ്ങിക്കേണ്ടത്. അവിടെ ചെന്നാൽ അദ്ദേഹം അവിടെ ഉണ്ട്, അദ്ദേഹം തിരക്കിലേക്ക് തീർച്ചയായും നിങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി ഓഫീസ് തുറന്നു കൊടുക്കുക. അത് മാത്രമല്ല കൃത്യമായി രാവിലെ ഇന്ന സമയം മുതൽ വൈകിട്ട് വരെ മന്ത്രിമാർ അവിടെ ഉണ്ടാവണം. അത് ഭരിക്കണം ജനങ്ങളെ. ഉദ്ഘാടനവും ഏതെങ്കിലും പരിപാടികൾക്ക് മാത്രമായി വിദേശയാത്രകൾ നടക്കാതെ ഈ നാട്ടിലെ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ പറഞ്ഞു വിട്ടതെന്ന് കൃത്യമായിട്ട് MLA മാർക്കും
അതുപോലെ മന്ത്രിമാർക്കും കൃത്യനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ചധികം ഭരണ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പാകപ്പിഴകളും അപക്വതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല മന്ത്രിമാരും തുടക്കക്കാരാണ്. അപ്പൊ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ 3 മാസം പോരാ, ഒരു 6 മാസം അവർക്ക് നമ്മൾ സമയം കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ഹണിമൂൺ പീരീഡ് ആണ്. മറ്റു ചില മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. അപ്പൊ 2 മന്ത്രിമാർക്ക് എം ലിജു, ബിന്ദുകൃഷ്ണ പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിയോഗിച്ച പോലെ ഈയിടെയാണ്. കാരണം ഒരു മന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ആ ഓഫീസ് നിയന്ത്രിക്കേണ്ട ഒരു ചുമതല അവർക്കാണുള്ളത്. അതൊക്കെ പോട്ടെ, അതൊക്കെ എങ്ങനെയാണെങ്കിൽ പോലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി എത്തിയതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം നേരിട്ട ഒരു പ്രതിസന്ധിയാണ് എറണാകുളത്തെ ആ ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഭൂമി കുടിയിറക്കണം എന്നുള്ള വിഷയം. എത്ര ഭംഗിയായിട്ട് അദ്ദേഹം അത് പരിഹരിച്ചു. അത് സ്ഥലം MLA VP സജീന്ദ്രൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം. എങ്കിൽ പോലും വളരെ അമിക്കബിൾ സെറ്റിൽമെന്റ്. ആ 2 പേരെയും വിളിച്ചു വരുത്തി സുപ്രീം കോടതി നടപ്പിലാക്കാൻ വേണം. അതേസമയം ആ മനുഷ്യരെ നീതി ലഭിക്കാതിരിക്കുന്നാലും പോലാന്നുള്ള എത്ര കൃത്യമായ അദ്ദേഹം കാര്യങ്ങൾ നടപ്പിലാക്കി. അത് ആ ഭൂമി ഇടപാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെയായിരുന്നല്ലോ ചേട്ടാ കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഭൂമി ഏറ്റെടുത്തിരുന്ന് മഞ്ഞക്കുറ്റികൾ മുഴുവൻ നാട്ടിലാക്കി വലിയ തോതിലുള്ള പൂർണ്ണമായും അർത്ഥത്തിൽ കേരയിൽ പദ്ധതി ഉപേക്ഷിക്കുകയും അത്തരത്തിൽ അനധികൃതമായി കൈയടക്കി വെച്ചിരുന്ന ലാൻഡ് മേലിലുള്ള എല്ലാ ഡിസ്പ്യൂട്ടുകളും പ്രതിസന്ധികളും ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക, ഒരു നേതൃത്വം ഉണ്ടാവുക. അത് പത്രമാധ്യമങ്ങളെ PR സ്റ്റണ്ടിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്നത്. അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഓരോ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിയുമ്പോഴും മന്ത്രിസഭ ചേർന്നതിന് ശേഷവും കൃത്യമായി വന്ന് എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുത്തത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പക്ഷെ മാധ്യമങ്ങൾ അതിനെ എന്താ പറയാ സർഗാത്മകമായി ഉപയോഗിക്കുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കൃത്യമായ മറുപടി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ആ ഒരു ആസ്പെക്റ്റിലൂടെ. മാത്രമല്ല നമുക്കറിയാം ആശാസമരം വളരെ വേദനാജനകമായി നമ്മൾ കണ്ട ഒന്നായിരുന്നു. ആശാസമരം അധികാരത്തിൽ കയറി ആദ്യത്തെ ക്യാബിനറ്റ് കൂടിയപ്പോൾ തന്നെ ആശമാർക്ക് ചെറുതല്ലാത്തൊരു തുക അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കും. എന്നാലും ആദ്യഘട്ടം എന്ന നിലയിൽ അത് മാത്രമല്ല അംഗനവാടി ടീച്ചർമാർക്ക്, അതുപോലെ ഉത്സവ ബത്ത ഇപ്രാവശ്യം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ സെറ്റിൽമെന്റ്സ് നടത്താൻ ഈ ചെറിയ കാലം കൊണ്ട് തന്നെ സാധിച്ചു കഴിഞ്ഞു. സതീശനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയാനുള്ളത് അദ്ദേഹം ഹൈലി പ്രൊഫഷണൽ ആണ്. എക്സാക്ട്ലി. നമുക്ക് അങ്ങനത്തെ ഒരു ഭരണാധികാരികളെ വേണ്ടത്. നമ്മൾ സ്ഥാപനത്തിന്റെ CEO എന്ന് നമ്മൾ പറയില്ലേ, ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു CEO ആയിട്ട് തന്നെ വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത് എനിക്ക് അവർ തോന്നിയിട്ടുള്ളത്. ആ കൃത്യമായ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ CEOയ്ക്ക് വലിയ മാത്രമല്ല കേരളത്തിന്റെ സാമ്പത്തിക നില തീരെ ഭദ്രമല്ല ആണ് എന്നാണ് പിണറായി പറഞ്ഞു വെച്ചിട്ട് പോയതും. ഇത്ര 3000 കോടി രൂപ നമ്മുടെ ഖജനാവിലുണ്ട് എന്നുള്ള പച്ചക്കള്ളവും പച്ച നുണയും പറഞ്ഞിരുന്നു. ആ പൈസ ലോൺ എടുത്ത പണമായിരുന്നു. അത് ജലസേന വകുപ്പിന്റെ പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിരുന്നു. അത് ചെലവാക്കാൻ ഇവര് ചെലവാക്കിയില്ല, അതവിടെ കിടന്നു. അത് മാത്രമാണ് അതിന് പറഞ്ഞിരുന്നത് ഇത്രയും മിച്ചം വെച്ചിട്ടാണ് പോയതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തോമസ് ഐസക്കിനെ പോലുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വാദങ്ങളിലുള്ളവർ എന്തായാലും കള്ളം പറയും എന്ന കാര്യത്തിൽ പിന്നീട് അതൊക്കെ ഭിന്നിച്ചുള്ള ചർച്ചകൾ. എന്നാലും ഒരു ധവളപത്രം ഇറക്കിക്കൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ, ആ ധവളപത്രം ഇറക്കി എന്ന് മാത്രമല്ല ചേട്ടാ, ആ ധവളപത്രം ഇറക്കി പ്രതിസന്ധിയിലായി കേരളത്തെ എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നൊരു പ്ലാനും കൂടെ വേണം ഒരു ഭരണാധികാരി. മാത്രമല്ല ബജറ്റിൽ അദ്ദേഹം പുതിയ മനുഷ്യനെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള മനുഷ്യനെ ദുരിതത്തിലാക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തിയില്ല എന്ന് മാത്രമല്ല കേരളത്തിന്റെ ഏറ്റവും വലിയ കരുത്താണ്, അല്ലെ നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഒന്നാണ് നമ്മുടെ ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത്. കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യാപാര മേഖലകളും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വിഴിഞ്ഞത്ത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലൂ എക്കോണമി ഡെവലപ്പ് ചെയ്തുകൊണ്ട് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ തീരദേശ മേഖലയുള്ള ഒരു സംസ്ഥാനമാണ്. നമ്മൾ ഇതുവരെ അതിനൊന്നും മാക്സിമം ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരമായി അതിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൂടുതൽ പദ്ധതികൾ വരുന്നു. അത് മാത്രമല്ല എല്ലാവരും വലിയ രീതിയിൽ പറയുന്ന ഒന്നാണ് സൗജന്യയാത്ര, പ്രിയദർശിനി സൗജന്യയാത്രയെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. അങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നതിനോട് വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല. എന്നാൽ പോലും ഗുണം ചെയ്യുന്നുണ്ടോ, അതിന്റെ ദീർഘദൂര വ്യാപകമായി നോക്കുമ്പോൾ അതിന് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും അവർ പറഞ്ഞൊരു ഗ്യാരണ്ടികളിലൊന്നായിരുന്നു അതും അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഓണക്കാലമാണ്. ഓണക്കാലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം 550-600 രൂപയ്ക്ക് കിലോയ്ക്ക് വെളിച്ചെണ്ണ മേടിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും അതിഭീകരമായ രീതിയിൽ എല്ലാ സാധനങ്ങളുടെയും വില കൂടിയ സമയത്താണ് ഇത്തവണ. അത് എനിക്ക് ഓർമ്മയുണ്ട്, വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുൻപ് അദ്ദേഹം പോഡ്കാസ്റ്റുകൾ ഒരുപാട് പേർക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഘട്ടത്തിൽ. അന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ സ്വകാര്യവൽക്കരണം ഉണ്ടാവണം. പക്ഷെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി വിലക്കയറ്റമോ അനിയന്ത്രിതമായി മാർക്കറ്റ് കയ്യിൽ നിന്ന് പോകുമ്പോൾ അവിടെ കൃത്യമായി ഇടപെടാനുള്ള സംവിധാനം ആർക്കുണ്ടാവേണ്ടതുണ്ട്? ഗവൺമെന്റിന് അതിന് ശക്തി ഉണ്ടാവണം. അതിനാണ് സപ്ലൈകോ പോലുള്ള സംവിധാനങ്ങളെ നമ്മൾ ഉണ്ടാക്കിയത്. കഴിഞ്ഞ സർക്കാരിന്റെ ഒന്നുമില്ല, ഇവർക്ക് ആഗോള പ്രതിഭാസങ്ങളാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എന്തോ അത് ആഗോള പ്രതിഭാസമാണ്, ലോകം മുഴുവൻ ഉള്ളതാണ്. അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ തലയ്ക്ക് വയ്ക്കും. അപ്പോ
വിലക്കയറ്റം മൂലം കഴിഞ്ഞ വർഷം ഓരോ ഓണക്കാലം കഴിഞ്ഞുപോയ ഓരോ ഓണക്കാലം നമുക്ക് പ്രതിസന്ധിയുടെ ഘട്ടം കൂടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഏറ്റവും പുതിയതായി നമുക്കറിയാം അനൂപ് ജേക്കബാണ് നമ്മുടെ ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ നേരത്തെ മന്ത്രി തന്നെ അദ്ദേഹം ഇന്നൊരു മനോരമയ്ക്ക് കൊടുത്തൊരു ഓൺലൈൻ അഭിമുഖം ഞാൻ ഇന്ന് വായിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം, അതായത് ഇന്നത്തെയും ഉത്രാടത്തെയും തിരുവോണത്തിന്റെയും ഇന്നലത്തെ ഒന്നും കണക്കുകൾ വന്നിട്ടില്ല, കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകൾ പ്രകാരം 257 കോടി രൂപയ്ക്ക് മുകളിലാണ് വിറ്റ് വരുമാനം നമുക്ക് സപ്ലൈകോ അതായത് ഈ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് സപ്ലൈകോ ഇടപെട്ട് കഴിഞ്ഞാലും ആൾക്കാർ ഒന്ന് കയറി ഇറങ്ങുമ്പോൾ സാധനം തീരും. പക്ഷെ സാധനം തീരുന്നില്ല. അവശ്യ സാധനങ്ങളെല്ലാം വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യപ്പെടുകയാണ്. ഈ സർക്കാർ സംവിധാനങ്ങൾ പണം കുറച്ച് സബ്സിഡിയിൽ സാധനങ്ങൾ കൊടുക്കുമ്പോൾ പുറത്ത് ഇപ്പോ സർക്കാർ 100 രൂപയ്ക്കാണ് വെളിച്ചെണ്ണ കൊടുക്കുന്നതെങ്കിൽ പുറത്തുള്ള ഒരു കച്ചവടക്കാരൻ ഒരു കാരണവശാലും 150 രൂപയ്ക്ക് കൊടുത്താൽ ആളുകൾ അവിടെ നിന്ന് മേടിക്കില്ല. സ്വാഭാവികമായിട്ട് അവൻ എന്ത് ചെയ്യേണ്ടി വരും? ആ 150 രൂപ കുറച്ച് അവനും 100 രൂപയ്ക്കോ 99 രൂപയ്ക്കോ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് സർക്കാർ മാർക്കറ്റിൽ ഇടപെടേണ്ടത്. അത് കൃത്യമായ രീതിയിൽ വി ഡി സതീശന്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ അനൂപ് ജേക്കബിന്റെ ബുദ്ധിയിൽ അവർ 2-3 മാസത്തെ പ്രയത്നമുണ്ട് ഇതിന് പിന്നിൽ എന്നാണ് പറയുന്നത്. അപ്പൊ അത് ചെയ്തെടുക്കാൻ അവർക്ക് സാധിച്ചത് വലിയ കാര്യമാണ്. വി ഡി സതീശനെ കുറിച്ച് നമ്മളെപ്പോഴും പറയാറുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, അതേ അച്യുതമേനോനെ പോലെയാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ദീർഘവീക്ഷണത്തോടുകൂടി കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ ഫലം കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പോഴേ അങ്ങനെ ഫലം കിട്ടൂല, അല്പസമയം എടുക്കും. ഇപ്പോൾ വിഴിഞ്ഞത്തെ കാര്യം തന്നെ എടുക്കാം. വിഴിഞ്ഞത്ത് അവിടെ മദർഷിപ്പ് വരുന്നു എന്നുള്ളതല്ലാതെ ഇവിടുന്ന് സാധനം കയറ്റാനോ ഇറക്കാനോ സംവിധാനം ഇല്ലായിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് വി ഡി സതീശൻ അന്വേഷിച്ചപ്പോൾ അതിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്ഥലം ഏറ്റെടുക്കൽ ഒരു പ്രശ്നമായിരുന്നു. ഇമ്മീഡിയറ്റ് അവിടെ സ്ഥലം ഏറ്റെടുക്കലിന് ഉത്തരവിട്ട് പണം അനുവദിച്ചു. അങ്ങനെയായിട്ട് ഒരു ഭരണാധികാരി ധനകാര്യ വകുപ്പ് കൂടി അത് ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും നല്ല ഒരു പ്രയോജനകരമാണ്. ഇതിൽ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെയാണ് മുൻ സർക്കാർ ഇരുന്ന സമയത്ത് നടത്തിയിട്ടുണ്ടായിരുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ. ഇപ്പോൾ ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തതും അതുമായി ബന്ധപ്പെട്ട് ചേട്ടൻ നമ്മൾ വിട്ടുപോയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓപ്പറേഷൻ തൂഫാൻ. അല്ല, അത് ഈ മന്ത്രിസഭയിൽ ഒരുപക്ഷെ ഏറ്റവും ഗ്ലാമറായി നിൽക്കുന്നത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി. തീർച്ചയായിട്ടും 10,000-ലധികം കേസുകൾ, 1000-ലധികം പേര് ഇപ്പൊ ജയിലിൽ കിടക്കുന്നു. അതായത് നമുക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ അത് 10,000-ലധികം കേസുകൾ, ആയിരക്കണക്കിന് കിലോ കഞ്ചാവാണ് പിടിച്ചതും, അതിനകത്ത് MDMA ഉണ്ട്, അതുപോലുള്ള മറ്റ് ഹെറോയിൻ, മറ്റ് സിന്തറ്റിക് ഡ്രഗുകളെല്ലാം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നു മുൻ സർക്കാർ അപ്പൊ ചെയ്തുകൊണ്ടിരുന്നതാണ് എന്റെ ചോദ്യം. അവരിത് ഇതൊരു വ്യവസായമാക്കി പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സമാന്തര സാമ്പത്തിക സംവിധാനം നമ്മൾ പറയാറുണ്ട്, സമാന്തര സാമ്പത്തിക സംവിധാനമായി മയക്കുമരുന്ന് കച്ചവടം. അന്ന് മാത്രമല്ല, ഈ കേസിൽ പിടിച്ചവരിൽ ബഹുഭൂരിപക്ഷം പേര് DFIയുടെ SFIയുടെ ഒക്കെ പ്രവർത്തകരായിരുന്നു. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ എന്താണ് ഇത് ഓൺലൈൻ കാര്യങ്ങൾ നോക്കുന്ന ആളെന്ന് അവകാശപ്പെട്ടിരുന്ന ഒരാൾ വന്ന് അയാളെ കേസിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു ആഘോഷമായിരുന്നത്. അയാൾ ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായ കാര്യങ്ങൾ നോക്കുന്ന ആളെ ആയിരുന്നില്ല. പക്ഷെ തൊട്ട് പിന്നാലെ അടുത്ത ദിവസം പിടിക്കുന്ന തൊടുപുഴയിൽ നിന്ന് ഒരു DFI നേതാവിനെ, അയാൾ കഴിഞ്ഞ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിരുന്നു. അല്ല, അപ്പൊ അവര് പറയും ഞങ്ങൾ 2 ദിവസം മുന്നേ അയാളെ പുറത്താക്കിയ ക്യാപ്സ്യൂൾ ഇറക്കും. ഇവരെ ക്യാപ്സ്യൂൾ ഇറക്കാൻ ഇവർ ഭയങ്കര എല്ലാ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ. മാത്രമല്ല, ഈ സതീശനെതിരെ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന എല്ലാ ആരോപണങ്ങളും ബുധനാഴ്ച രാവിലെ ഒരു 12 മണിയോടുകൂടി സതീശൻ തീർക്കും. അതാണ് അതായത് ഈ ഓപ്പറേഷൻ തൂഫാന്റെ കാര്യത്തിൽ അതിൽ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് ഈ കണ്ണീരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് വരികയാണ്. അതായത് സമൂഹത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ചെറിയ കുട്ടികൾ, +2 പഠിക്കുന്നവർ, ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, ആൺപെൺ വ്യത്യാസമില്ലാതെ, ഞാൻ എടുത്ത് പറയാനായിട്ടുള്ളൊരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ ആൺകുട്ടികളാണ് പൊതുമധ്യത്തിൽ ഇത് ഉപയോഗിക്കുന്നൊക്കെ പറയുന്നത്. ഇതിപ്പോ ആ സിന്തറ്റിക് ഡ്രഗുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു ജെൻഡർ ഒന്നും ഇല്ലാതെ, അതായത് അത്രയും ഭീകരമായ രീതിയിൽ ഒരു പാരലൽ ഗവേണൻസ് പോലെ ഈ നാട്ടിലവിടെ ഉണ്ടായിരുന്നു. അതിനെ കണ്ടെത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല കൊടുത്തൊരു അഭിമുഖത്തിൽ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു അമ്മയുടെ കണ്ണുനീരിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ആശയം വന്നെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ പിടിച്ചാൽ മാത്രം പോരല്ലോ, ഇത് കേസുകളായി നിൽക്കും. മാത്രമല്ല, ഈ പറയുന്ന യുവജനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശക്തിയാണ്, അവരെ തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ ഇവർക്ക് ആവശ്യമായ ചികിത്സകളും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ റീഹാബിലിറ്റേഷൻ, അതിന്റെ പ്രോസസ്സ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാണ്. അതെ, അപ്പൊ ഇതൊരു വലിയ ചെയിനാണ്. നമ്മളൊരു റീസൈക്കിൾ ബിൻ പോലെയാണ്. ആളുകളെ പിടിക്കുന്നു, അതിന്റെ കണ്ണികളെ പൊട്ടിക്കുന്നു, ഈ ആളുകളെ രക്ഷിച്ചെടുത്തുകൊണ്ട് വരുന്നു, നിയമപരമായ സംവിധാനത്തിലൂടെ കടത്തിവിടുന്നു, ചികിത്സ ആവശ്യമുള്ളവർക്ക് അത് കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിലെ അതേപോലെ കഴിഞ്ഞ ഒരു 5-6 മാസത്തെ കേരളത്തിൽ നടന്ന കൊലപാതകങ്ങൾ എടുക്കാമെങ്കിലും മക്കൾ അച്ഛനെ അമ്മയെ കൊല്ലുന്നതാണ് ഏറ്റവും അധികം ഉള്ളത്. അച്ഛനെ അമ്മയൊക്കെ തന്നെ കൊന്നിടുക, ഇവരെല്ലാവരും ലഹരിക്ക് അടിമകളായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവന്ന സമയങ്ങളിൽ നമ്മൾ തന്നെ നമ്മുടെ പല ചർച്ചകളും പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ, അത് ആഭ്യന്തര വകുപ്പിന് വേറെ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടല്ലോ, അപ്പൊ ക്രമസമാധാനം തകരൂല്ല എന്നൊക്കെയാണ്. പക്ഷെ നമുക്ക് തിരുത്തേണ്ടി വന്നു. കാരണം
നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് കേരളത്തിൽ ഈ മയക്കുമരുന്ന് മാഫിയ. ഇനിയും തീർന്നിട്ടില്ല ഇല്ല. എന്നുള്ളതാണ്. ഇതൊരു അതിന്റെ ഒരു ഐസ്ബർഗിന്റെ ഒരു അറ്റമായിട്ടുള്ളൂ. അതാണ് അവിടുന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയും കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമല്ല ഗുണ്ടകളെ ഒതുക്കാനുള്ള അടുത്ത പ്രൊജക്ട് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ രമേശ് ചെന്നിത്തല, നമുക്കറിയാം രമേശ് ചെന്നിത്തലയെ പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ലീഡറാണ് അദ്ദേഹം, വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡറാണ്. അദ്ദേഹത്തിന്റെ വിഷൻ അത് എടുത്ത് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ പിന്നെ എടുത്തു പറയുന്നത് നമ്മുടെ സ്പോർട്സ് മന്ത്രിയാണ് ഒ.ജെ. ജനീഷ് എന്ന് പറയുമ്പോൾ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ.ജെ. ജനീഷ് ഒരുപാട് സംസാരിക്കില്ല, പക്ഷെ സംസാരിക്കുന്നത് വളരെ ക്രിസ്പായിട്ട് സംസാരിക്കുകയും ചെയ്യും. മാത്രമല്ല നമുക്കൊരു സ്പോർട്സ് മന്ത്രി ഉണ്ട് എന്നൊരു കാര്യം നമ്മൾക്ക് തിരിച്ചറിവ് വന്നത് സാധാരണ ഒരു രാഷ്ട്രീയത്തില് ഈ സ്പോർട്സ് യുവജനകാര്യ മന്ത്രി എന്ന് പറഞ്ഞാൽ എങ്ങാണ്ട് ഒതുക്കി വിടണ പോലെയാണ് ആൾ പറയാറുള്ളത്. പല സിനിമകളിലൊക്കെ ഇത് കളിയാക്കി കണ്ടിട്ടുണ്ട്. പക്ഷേ സ്പോർട്സ് യുവജനകാര്യ മന്ത്രി നമ്മുടെ ജനീഷ് വന്നതിന് ശേഷം അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നോക്കുമ്പോൾ അവരെ ബജറ്റ് നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവര് ഈ മെസ്സിയെ കൊണ്ടുവരുന്നത് തട്ടിച്ചതൊക്കെ എത്ര കോടികൾക്കാണ് രൂപ. അതിൽ ഈ ജനീഷ് കഴിഞ്ഞ ദിവസം ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഓരോ ദിവസം സ്പോൺസർ എന്ത് ചെയ്യും, റിപ്പോർട്ടറിന്റെ അദ്ദേഹം ഇരുന്നിട്ട് ചാനലിൽ ഇരുന്നിട്ട് വെല്ലുവിളികളാണ്. നിങ്ങൾ ഇത് തെളിയിച്ചു നോക്കൂ, അത് തെളിയിച്ചു നോക്കൂ, ഇത് തെളിയിക്കുക. അപ്പൊ ഒ.ജെ. ജനീഷിനോട് മാധ്യമങ്ങൾ ചോദിച്ചു എന്താണ് ഈ വെല്ലുവിളികൾ വരുന്നുണ്ടല്ലോ, അതിനെ വെല്ലുവിളിക്കാൻ റിയാലിറ്റി ഷോ ഒന്നുമല്ല എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്കൊരു കായിക വകുപ്പ് മന്ത്രി ഉണ്ടെന്നും ഞാൻ പ്രശാന്ത് അതിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയ സമയത്ത് ഞാൻ വിചാരിച്ചു പ്രശാന്ത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു പൊസിഷനിലേക്കാണ് പ്രശാന്തിനെ തിരിച്ചു കൊണ്ടുവരുമ്പോ അതിനൊരു മികച്ച ഏരിയ കൊടുക്കണ്ടേന്ന് ചോദിച്ചു. പക്ഷേ കറക്റ്റ് സ്ഥലത്താണ് ചെന്ന് പെട്ടത്. എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടി തന്നെ ആയിരിക്കണം. കൃത്യമായി സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ പ്രകാരമാണ് എത്ര ഭീകരമായ രീതിയിലാണ് മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ടൊരു ചാനൽ ഒരു പ്രൈവറ്റ് സെക്ടർ മുഴുവൻ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചതെന്നും ആ പറ്റിക്കാൻ വേണ്ടി സർക്കാരിന്റെ മൗനാനുവാദത്തോടു കൂടി, അതെടുത്ത് പറയണം, മൗനാനുവാദത്തോടുകൂടി ഇത് നടന്നത് എന്നുമുള്ള അതൊരു കൂട്ടുകച്ചവടമാവാൻ തന്നെയാണ് സാധ്യത. എന്തായാലും അതിനെക്കുറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു കൂട്ടുകച്ചവടത്തിന്റെ ലക്ഷണം നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ വ്യാപകം അന്വേഷിക്കേണ്ടത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയ അന്വേഷണത്തിൽ ഇവർക്ക് ഈ സ്ഥാപനത്തിന് ഈ സ്പോൺസർമാർക്ക് പണം അനുവദിച്ചത് 2 വൻകിട ധനകാര്യ സ്ഥാപനങ്ങളാണെന്ന് പറയുന്നു. അവർ ഉത്തരം പറയേണ്ടി വരും ഇതിന്. ഗോകുലം ചിറ്റ് ഫിനാൻസും ഉൾപ്പെടെയുള്ള ഹിന്ദുജ ലൈലാൻഡ് പോലെയുള്ള 2 സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങളുടെ പേരിലുള്ള അടിസ്ഥാനത്തിലാണ് ഇത്തരം പണം കൊടുത്തതെന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് കോടികളുടെ ഇടപാടാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കോടികളുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ പുറത്തു വന്നതും ഒ.ജെ. ജനീഷ് വന്നതിന് ശേഷമാണ് എന്നുള്ളതാണ്. അതുപോലെയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള നേതാവ് തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഈ ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഈജിയൻ തൊഴിൽക്കാരവിടെ കടന്ന സ്ഥലമാണ്, നശിപ്പിച്ചിട്ടിരുന്ന സ്ഥലമാണ്. അതിനെ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ അതിനുള്ള തുടക്കം കുറിച്ചു. ഒരുപാട് നല്ല കാര്യങ്ങൾ ആരോഗ്യമേഖല കേരളത്തിൽ ഒരുപക്ഷെ VM സുധീരൻ ആരോഗ്യമന്ത്രിയുടെ സമയത്തായിരുന്നു ഏറ്റവും അധികം നല്ല കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരുന്നത്. അതിനുശേഷം പലപ്പോഴും പിന്നീട് ശ്രീമതിയൊക്കെ മികച്ച രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്ന ആൾ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഏതായാലും അതിനുശേഷം മുരളീധരൻ വന്നതിന് ശേഷം അവിടെയും മാറ്റങ്ങൾ വരുന്നത്, പരാതികൾ കുറെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആളുകൾ കുറച്ചുകൂടി എന്താ പറയുക വിജിലന്റ് ആയി. എന്നത് ഒരു നേതൃത്വത്തിലിരിക്കുന്ന ആൾ വിജിലന്റ് ആയാൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകൾ കൂടി പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രവർത്തിക്കാനുള്ള ഒരു ആർജവും അല്ലെങ്കിൽ ഞങ്ങളുടെയാണ് ഈ വകുപ്പ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഒരു ഡോക്ടറെ തന്നെ കൊണ്ടുവന്നു, പ്രഗത്ഭനായ ഡോക്ടറെ കൊണ്ടുവന്നു. അപ്പൊ ആ കാര്യങ്ങൾ എളുപ്പമാണ്. ഒരു ഡോക്ടറെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി ഉപദേശിച്ചാൽ സാങ്കേതിക വശങ്ങൾ ഡോക്ടർക്കല്ലേ അറിയാവും. അതൊക്കെ നല്ല തീരുമാനങ്ങളാണ്. മാത്രമല്ല ഈ മന്ത്രിമാരുടെ തന്നെ പ്രസ് സ്റ്റാഫ് വന്നിട്ടുള്ള പലരും നല്ല പ്രൊഫഷണൽസ് ആണ്, പലരും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സെക്രട്ടറി ഉയർന്ന പദവിയിൽ ഇരുന്നവരുണ്ട്, പിന്നെ സിവിൽ സർവീസ് ഇരുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായ ഒരു ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയും. മാത്രമല്ല പ്രതിപക്ഷം ഇപ്പം അവിടെ അടികൊണ്ട് വീണ് താഴെ വീണ് കിടക്കുകയാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വിജയനല്ലായിരുന്നു പ്രതിപക്ഷ നേതാവ് ആവേണ്ടിയിരുന്നത്. അദ്ദേഹം ഇരിക്കുവോളം ആളുകൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. പിണറായി വിജയനെ നിയമസഭയിൽ കാണുമ്പോഴും അല്ലെങ്കിൽ പിണറായി വിജയൻ കാരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ അമ്പെ പരാജയപ്പെട്ടു പോകുന്നത്. ഈ യാഥാർത്ഥ്യം പോലും ഉൾക്കൊള്ളാനോ ചോദ്യം ചെയ്യാനോ പറ്റുന്ന ഒരു പാർട്ടി നേതൃത്വം പോലുമില്ല. പിന്നെയും അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് പ്രായത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു പ്രായമുള്ള ഒരാളെ കോർണർ ചെയ്ത് സംസാരിക്കുകയല്ല, പക്ഷെ അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്. അദ്ദേഹത്തിന് മാറിക്കൊടുക്കാമായിരുന്നു. അദ്ദേഹം മാറിക്കഴിഞ്ഞാൽ പിന്നെ ആര് അങ്ങനെ ഒരു നേതൃത്വത്തെ പോലും ഒരു ബി ഗ്രൂപ്പിനെ പോലും വളർത്തിക്കൊണ്ട് വരാൻ പോലും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പണ്ടുണ്ടായിരുന്ന പല പ്രഗത്ഭരും എന്തിനാ EMS അദ്ദേഹം 77 ശേഷം മത്സരിച്ചിട്ടില്ല. അദ്ദേഹം മത്സരിപ്പ് പാർലമെന്ററി ജീവിതം അദ്ദേഹം അവസാനിപ്പിച്ചു. പ്രധാനപ്പെട്ട ഇടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന നേതാക്കന്മാരൊക്കെ തന്നെ അച്യുതമേനോൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു. അദ്ദേഹം 77 അത് കഴിഞ്ഞു. അദ്ദേഹം തൃശ്ശൂരേക്ക് അങ്ങ് പോയി സ്വസ്ഥനായി ജീവിച്ചു. പാർട്ടിയിൽ വലിയ പദവി അദ്ദേഹം വഹിച്ചതുമില്ല. പാർട്ടി പ്രധാനപ്പെട്ട കമ്മിറ്റികൾ അദ്ദേഹം അംഗമായിരുന്നു. അദ്ദേഹം അഭിപ്രായം പറയാതൊക്കെ തന്നെ. അതല്ലാതെ
ഒരു വിശ്രമ ജീവിതം അദ്ദേഹം അങ്ങ് പോയി. അല്ല, ഇവരെല്ലാവരും ജീവിതകാലം പോയി കസേര കെട്ടിപ്പിടിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്തവർ തന്നെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. ഇതെന്താണ് പോളിറ്റ് ബ്യൂറോ യോഗം കൂടിയപ്പം പിന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആക്കണമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം തന്നെ ആദ്യം കൈവക്കി. ഞാൻ തന്നെ ഞാൻ വിമൽകുമാർന്ന് വിളിക്കണം എന്നുള്ള അവസ്ഥയാണ്. ഇത് ബാലോപാലിന്റെ അങ്ങനെ ആരെങ്കിലും ആക്കാമായിരുന്നു. അതായത് ആരെ ആക്കണം നമ്മൾ പറയുന്നില്ല, പക്ഷെ ഒരു ബി ഗ്രൂപ്പിനെ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഒരു രണ്ടാം നിര നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഇപ്പൊ നമ്മൾ ഇന്നലെ കോഴിക്കോട് എം വി ഗോവിന്ദൻ, ഇന്നലെ മിനിഞ്ഞാന്ന് വാർത്ത വന്നു, എം വി ഗോവിന്ദൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എസ്എഫ്ഐയുടെ നേതാക്കൾ ചെയ്തത്, ചോദ്യം ചെയ്യേണ്ടവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന് വേണ്ടി സംസാരിക്കുക, പിണറായി വിജയന്റെ PR പരിപാടി ഏറ്റെടുക്കുക എന്ന രീതിയിലാണ്. അതുകൊണ്ട് പിണറായി വിജയൻ അവിടെ ഇരിക്കട്ടെ, ഇരിക്കുമ്പോളം ആളുകൾക്ക് പഴയ കാര്യങ്ങളും കഥകളും ഒക്കെ ഓർമ്മ വരും. ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നത് നമ്മളെപ്പോഴും ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് വരുന്നതാണ് സർക്കാർ എന്ന് പറയുന്നത്. ഈ സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലതാണ് എന്ന് പറയണ്ടേ? ഇപ്പൊ സപ്ലൈകോ ഈ രീതിയിലൊരു കാര്യം ചെയ്യുന്നു, മാർക്കറ്റിൽ ഇടപെടുകയും വലിയ ലാഭം സപ്ലൈകോ ഉണ്ടാക്കുകയും ചെയ്യുന്ന സമയത്ത് സർക്കാർ അത് ചെയ്തു എന്ന് പറയാം. അതിന് പകരം വിലക്കയറ്റമാണ് എന്നുള്ള ഒരിക്കലും ഇല്ലാത്തൊരു ജാർഗൻ എടുത്ത് പ്രയോഗിക്കുകയാണ് CPM പിണറായി വിജയനൊക്കെ ചെയ്യുന്നത്. വീഡിയോയുടെ താഴെ നല്ല കൃത്യ കമന്റ് നാട്ടുകാരിട്ടിട്ടുണ്ട്. മാത്രമല്ല സ്കൂൾ കുട്ടികൾക്കുള്ള 4 കിലോ ഇത്തവണ 4 കിലോയെ കൊടുത്തുള്ളൂ അരി എന്നാണ്. നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഉടൻ തന്നെ താഴെ വന്നു. കഴിഞ്ഞ തവണ ശിവൻകുട്ടി മന്ത്രി നടത്തിയ പത്രസമ്മേളനം അദ്ദേഹം പറയുന്നത് 4 കിലോ അരി എല്ലാവരും കൊടുക്കുന്നതാണ്. ഇത് കണ്ടാൽ തോന്നും കഴിഞ്ഞ തവണ ശിവൻകുട്ടി 8 കിലോ അരി കൊടുത്ത് ഇത്തവണ പിന്നെ വെട്ടിക്കുറച്ചു. അങ്ങനെയാണ് വാർത്ത വന്നിട്ടുള്ളത്. അല്ല, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഇവർ മുമ്പ് പറഞ്ഞതും ചെയ്തതും ഒക്കെ ഇവിടെ ഡിജിറ്റൽ തെളിവുകളായി നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ പറയും തെളിവുകാർക്ക് ബാധകമല്ല. നിയമസഭയിൽ കയറി ഇത്രയും അതിക്രമം നടത്തിയവർ പറഞ്ഞത് മാധ്യമങ്ങളെ വളച്ചൊടിച്ചാണെന്നും ജനങ്ങളെ മുഖത്ത് പോയിക്കൊണ്ട് യാതൊരു ഉളുപ്പില്ലാതെ പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ദേശീയ തെളിവുകാർ ബാധകമാവില്ല. എന്തായാലും ബാധകമായാലും ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയാം. ജനങ്ങള് കൃത്യമായി പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം വീട്ടിലിരിക്കേണ്ടി വന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പിണറായി വിജയൻ പോസ്റ്റ് ഇടുന്നു. അപ്പൊ ജനങ്ങളുടെ ഒരു സർക്കാരാണെന്നുള്ളൊരു തോന്നൽ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. ഇവരിപ്പോഴും രാഷ്ട്രീയ ആക്രമണം. ഇപ്പൊ ED വന്ന് റെയ്ഡ് നടത്തുന്നു. ED വന്ന് റെയ്ഡ് നടത്തുമ്പോൾ വീണ വിജയന്റെ അവരുടെ ഡീറ്റെയിൽ ഡയറികളിൽ നിന്നോ അവരുടെ ഡയറികളിൽ നിന്നോ അവരുടെ കയ്യെഴുത്ത് പ്രതികളിൽ നിന്നോ ലഭിക്കുന്ന ലീഡ് അനുസരിച്ചാണ് പലയിടങ്ങളിലും റെയ്ഡിലേക്ക് പോകുന്നത്. അല്ലാതെ രാഷ്ട്രീയ പ്രേരിതമായി എന്നാ വീണ വിജയന്റെ ഭർത്താവാണ് മുഹമ്മദ് റിയാസ്, അതുകൊണ്ട് റിയാസിന് ഇന്ന് റെയ്ഡ് ചെയ്തേക്കാമെന്ന് പറഞ്ഞല്ല, അത് കൃത്യമായി പറയുന്നുമുണ്ട്. കേരളത്തിലെ എത്രയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പണ്ട് ഇതുപോലെ പദവി എടുത്ത് അവരാരെങ്കിലും വീട്ടിൽ റെയ്ഡ് നടത്താൻ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ED അന്വേഷിക്കാൻ വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. ഇത് അവരെല്ലാം എന്താണ് സമ്പന്ന കുടുംബങ്ങളിൽ ജനിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് ഉള്ളതും കൂടെ ഇല്ലാതായവരാണ് നമ്മുടെ നാട്ടിലെ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഭൂരിപക്ഷം പേര്. ഇത് നേരെ തിരിച്ചാണ്. ഞാനൊരു പാവപ്പെട്ടവന്റെ മോനാണ് സദാസമയം പറഞ്ഞുകൊണ്ടിരിക്കുകയും അതേസമയം ഇത്തരത്തിലുള്ള അതിൽ കഴിഞ്ഞ ദിവസം എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് കൈ ഉയർത്തി കാണിക്കുന്ന പിണറായി വിജയൻ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു അധിക ഡയലോഗ് കൂടിയുണ്ട്. ഇനിയിപ്പോൾ അവർ പൈസ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് വയ്ക്കുക, അതൊന്നും വലിയ തുകയില്ലല്ലോ എന്നാണ്. അതായത് 85 ലക്ഷത്തിന്റെയും 1 കോടി രൂപയുടെയും ട്രാൻസാക്ഷൻ നടന്നു പറയുമ്പോ 20 കോടിയുടെ ട്രാൻസാക്ഷന്റെ വാർത്തകൾ വരുമ്പോ അതൊന്നും പിണറായി വിജയൻ എപ്പോഴാണ് വലിയ തുകയില്ലാതായതെന്നാണ് എന്റെ തലയിൽ ആദ്യം വന്ന് ചോദിച്ചത്. ഇവർ ചെയ്യേണ്ടത് അച്യുതമേനോന്റെ ഡയറക്ട് കുറിപ്പുകൾ കൊണ്ട് കലാമതിരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ മുഖ്യസ്ഥാനം വിട്ടതിന് ശേഷമുള്ള ഡയറക്ട് കുറിപ്പുകൾ വന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കണം. കാരണം അദ്ദേഹം പിന്നെ മുഖ്യസ്ഥാനം ഇറങ്ങിയ ശേഷം എങ്ങനെയാണ് ഒരു ലളിതമായി ജീവിച്ചത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. പിന്നെ അതൊന്നും ഇവർക്ക് ബാധകമല്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യവുമില്ല. എന്തായാലും വി.ഡി. സതീശൻ സർക്കാരിന്റെ 100 ദിവസമാകുമ്പോൾ പ്രതീക്ഷകൾ ധാരാളമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. കുറച്ച് ദിവസങ്ങളെ 3 മാസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ ഒരു ഹണിമൂൺ പീരീഡ് ഒക്കെ തീരാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. ഇനിയും ഒരു 4.25 വർഷം കൂടി അല്ലെ നമ്മുടെ ഭരിക്കാനുള്ള ആളുകളാണ്. ഏറ്റവും മികച്ച രീതിയിൽ അവർ പോകട്ടെ. നല്ല സർക്കാർ വരുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും എന്തായാലും അതങ്ങനെ പോട്ടെ. നമുക്ക് രണ്ടാമതൊരു കാര്യം കൂടെ പറയാതെ പോകാൻ സാധ്യമല്ല. അത് വലിയേട്ടനും കൊച്ചേട്ടനും തമ്മിലുള്ള തർക്കം ഇന്ന് പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പിണറായി വിജയൻ ഏകപക്ഷീയമായി പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് തന്നെയാണെന്ന് പ്രഖ്യാപിച്ചതിനെതിരെ ഇന്നലെയും CPI നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഇന്ന് പാർട്ടി മുഖപത്രം CPIയുടെ ജനയുഗം തന്നെ അക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യം, ഒന്നാമത് ഇവർ തകർന്നടിഞ്ഞു കഴിഞ്ഞു. ഇവർക്ക് ദേശീയ പാർട്ടി എന്ന രീതിയിലുള്ള പ്രത്യേകതയോ റെലവൻസോ പോലും ഇനിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ CPIയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രാധാന്യം ലഭിക്കേണ്ടതുണ്ട്. വിസിബിലിറ്റിയുടെ പ്രശ്നം കൂടിയാണ്. അതായത് CPIഎമ്മിനെ മാത്രം ചാരിക്കൊണ്ട് ഇനിയും മുന്നോട്ട് പോയാൽ പാർട്ടി അസ്ഥിരമാകുമെന്നുള്ള പൂർണ്ണമായ ഒരു ബോധ്യത്തിലേക്ക് ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി വന്നിട്ടുണ്ട്. അവർ സ്വാഭാവികമായി ചോദിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ഉപനേതാവ് എന്നൊരു പദവി വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇല്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ CPIക്ക് ഒരു റോള് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.
ആ ഒരു റോൾ ടേക്കിംഗ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രാണവായുവിനെ പോലെ പ്രധാനമാണ്. കാരണം ഇനിയിപ്പം മറ്റ് ഇലക്ഷനുകൾ വരുന്ന സമയത്ത് ഈ പാർട്ടി ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നേക്കാം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല ഇവരൊരു മുന്നണിയാണല്ലോ. മുന്നണിയിൽ സത്യൻ മൊകേരി ഇന്ന് CPIയുടെ മുതിർന്ന നേതാവ് മുൻ MLA സത്യൻ മൊകേരി ജനയുഗത്തിൽ വിശദമായ ഒരു ലേഖനം ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ വലിയ തിരിച്ചടിയൊക്കെ ഏറ്റു. നമ്മൾ LDF യോഗം കൂടിയപ്പോൾ എന്താണ് തീരുമാനിച്ചത്? എല്ലാവരും ഒരുമിച്ച് നീങ്ങണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രതിപക്ഷ ഉപദേവസ്ഥാനം അതിന്റെ ഒരു തർക്കിക്കേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് ഉന്നയിച്ചിരുന്നില്ല. പക്ഷെ പിണറായി വിജയൻ സാമാന്യ മര്യാദ കാണിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് ശതമാനം ചേർന്ന രീതിയിൽ അദ്ദേഹം പെരുമാറിയെന്ന്. അതേ അഭിപ്രായം തന്നെയാണ് ബിനോയ് വിശ്വവും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കൂടുതൽ അഹങ്കാരവും ധാർഷ്ട്യമായ നിലപാടുകളോട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മുന്നണിയാകുന്ന സമയത്ത് ഒരു മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിക്ക് തീർച്ചയായിട്ടും വലിയ കാര്യമുണ്ട്. ഇപ്പം UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുമുള്ളത് കോൺഗ്രസിന്റെ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തതിൽ മുസ്ലിം ലീഗിന്റെ തീരുമാനം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഒരു മുന്നണി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് മറ്റ് ചെറിയ പാർട്ടികളെ പോലും അവരുടെ അഭിപ്രായങ്ങൾ പോലും തേടേണ്ടതുണ്ട്. ഒരു സ്വേച്ഛാധിപത്യത്തിന്റെ പൂർണ്ണമായ രീതിയിലേക്ക് പിണറായി മാറി എന്നുള്ളതാണ്. ഞങ്ങൾ പണ്ട് സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങൾ പഠിച്ച സമയത്ത് ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. EV കൃഷ്ണോട് എഴുതിയൊരു ഇതാണ് ലേഖനം. അതിന്റെ തലക്കെട്ട് അല്പന്മാർ എന്നാണ്. അല്പന്മാർ എന്നാണ്. അപ്പൊ അതിൽ ഈ അല്പന്മാർ എങ്ങനെ പെരുമാറുന്നുണ്ട്. അപ്പൊ അതിൽ EV കൃഷ്ണോട് വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വർദ്ധകനായിരുന്ന ആൾ, അതായത് ധനികനായിരുന്ന ഒരാൾ ദരിദ്രനായാലും ദരിദ്രനായിരുന്ന ഒരാൾ പെട്ടെന്ന് ധനികനായാലും വർദ്ധകനായാലും ഇവർ 6 മാസത്തേക്ക് പഴയ സ്വഭാവം തന്നെ തുടരുമെന്നാണ്. അത് കഴിഞ്ഞിട്ടേ പിന്നെ മാറ്റാൻ പറ്റുള്ളൂ. അതുപോലെ ഈ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി എല്ലാം പോയി നിൽക്കുകയാണെങ്കിലും അദ്ദേഹം ഇപ്പോഴും പഴയ ഓർമ്മകളിലാണ്. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും ആജ്ഞാപിക്കുകയാണ്. പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആരായിരിക്കും ഉപനേതാവ്? CPM. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വഴക്കവുമില്ലാത്ത ഒരു നേതാവിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരെ കേൾക്കുക, അഭിപ്രായം മെറിറ്റ് ഉണ്ടെങ്കിൽ ആ അഭിപ്രായത്തെ അംഗീകരിക്കുക എന്നുള്ളത്. അങ്ങനത്തെ ഒരു തരത്തിലുമുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്ന രീതി ഇദ്ദേഹത്തിനില്ല. അതാണ് വലിയ ഹീറോയിസം എന്നാണ് വിചാരിക്കുന്നുണ്ടാവും. എന്തായാലും എന്റെ അഭിപ്രായത്തിൽ ഇത് ഇങ്ങനെ പോട്ടെ. CPI തല്ലി പിരിഞ്ഞിട്ട് പണ്ടൊരു ചരിത്രം ഉണ്ടല്ലോ, ഇപ്പഴത്തേക്ക് ചാടിയ ഒരു ചരിത്രം ഉണ്ടല്ലോ. അതെ, അപ്പൊ ആ ഒരു ചരിത്രം ചിലപ്പോൾ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഇനി അവർ തന്നെ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് ആയിരിക്കാനൊക്കെ തീരുമാനിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയാമോ മനോജ, ഇതിൽ അവസാനമാകുമ്പോൾ ദേശീയ നേതൃത്വം ഇടപെട്ടിട്ട് പറയും നമ്മൾ ഇടതുപക്ഷ ഐക്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. കാരണം അപ്പുറത്തിരിക്കുന്നത് നരേന്ദ്രമോദി സംഘം ഭയങ്കര അപകടകാരികളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കെല്ലാം ഒരുമിച്ചിരിക്കണമെന്ന് പറയും. പിന്നെ അവർ കോംപ്രമൈസ് ചെയ്യുന്നതാണ് പതിവ്. പക്ഷെ ഇന്ന് ജനയുഗത്തിന്റെ ഭാഷ സത്യൻ മൊകേരി എഴുതിയിരിക്കുന്നത് ശക്തമായ ഭാഷ തന്നെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. പിണറായി വിജയനെ പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിണറായി ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് അവർ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കാം. ഒരു PM ശ്രീ വിഷയത്തിലൊക്കെ CPIയുടെ മന്ത്രിമാര് കൃത്യമായി ഇടപെട്ടത് കൊണ്ടാണ് അന്നത്തെ സമയത്ത് അവിടെ ഇതിന് സംഭവിച്ചു. ഇവരോട് മുന്നണിയിൽ യോഗത്തിൽ ചർച്ച ചെയ്താണ് പോയത്. അപ്പൊ പുകച്ചിൽ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇനി എന്ന് കൊള്ളി പുറത്താകുമെന്ന് മാത്രമാണ് നമുക്ക് അറിയേണ്ടതുള്ളൂ. എന്തായാലും ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പക്ഷെ ഓണമാണ്, അതുകൊണ്ട് കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടെ അവസാനിക്കുന്ന പരാമർശിക്കായിരിക്കാൻ പറ്റില്ല. അമ്പൊക്കയുടെ കരച്ചിലാണ്. അമ്പൊക്ക പണ്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയാണ്. കഴിഞ്ഞ ദിവസം ബേപ്പൂർ തോറ്റതിനെ കുറിച്ച് അമ്പൊക്ക എവിടെ നമുക്ക് അറിയില്ല. അത് ആഫ്രിക്കയിൽ അങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ടു. പക്ഷെ എവിടെ നമുക്ക് അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പരോക്ഷമായി കോൺഗ്രസ് നേതൃത്വത്തെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. എന്റെ കാലുവായിരിക്കും എന്നുള്ള രീതിയിൽ. കാരണം അവിടെ ഇയാളെ കൂടെ ജയിച്ചിരുന്നെങ്കിൽ സമ്പൂർണ്ണ വിജയമായിരുന്നേ. പക്ഷെ അവിടെ ജനങ്ങൾക്ക് അറിവുണ്ടല്ലോ. അതുകൊണ്ട് ഇടതുമുന്നണിയുടെ കോട്ടകൾ തറന്നു. TP രാമകൃഷ്ണൻ തോറ്റവിടെ തോറ്റപ്പോഴ് അവിടെ കോഴിക്കോട് പോലെ ഇടതുപക്ഷത്തിന് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് പോലെയുള്ളൊരു കോട്ട പൊളിഞ്ഞിട്ട് പോലും വിജയന് മനസ്സിലായിട്ടില്ല പാർട്ടി ശിഥിലമാവുകയാണെന്ന്. അപ്പൊ എന്തായാലും അമ്പൂക്കയുടെ കരച്ചിൽ അവിടെ നിൽക്കട്ടെ. അമ്പൂക്കയുടെ രാഷ്ട്രീയം തീർന്നു. അപ്രശസ്തനായി എല്ലാ തരത്തിലും അപ്രയായി പോയി. അപ്പൊ ഏതായാലും നമുക്ക് സ്റ്റോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒന്നുകൂടി ആശംസകൾ നേരുന്നു. ഈ അടുത്ത വരുന്ന ഒരു സമയം വളരെ നല്ല, എല്ലാവർക്കും വളരെ നന്മകൾ വരട്ടെ. എല്ലാവരും കുടുംബമായിരുന്നു ആഘോഷിക്കൂ, പായസം കുടിക്കൂ. എന്തായാലും കിട്ടുന്ന കുറച്ച് അവധി ദിവസങ്ങൾ കൂടിയുണ്ട്. യാത്രകളൊക്കെ പോയി ഇടയ്ക്ക് മറുനാടൻ കൂടി കാണുക. എല്ലാവർക്കും നമസ്കാരം.